Good afternoon. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ് അല്ലെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്തിടുക. പിന്നെ പറഞ്ഞത് ഹോസ്പിറ്റലിന് പുറമെ in result of hospitals which may range from small community hospital to massive multi-hospital system, these healthcare administrator may also work for. അപ്പൊ ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ ബൃഹത്തായ മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റം വരെയുള്ള ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ വരെയുള്ള ആ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ ഇതിലും കൂടി വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ പൊസിഷനുകളിൽ കൂടി വർക്ക് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ മൾട്ടി ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ വരെയുള്ള ഹോസ്പിറ്റലിന് പുറമെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർക്ക് ഇവിടെയൊക്കെ വർക്ക് ചെയ്യാം. ഇവിടേക്ക് റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്, പുനരധിവാസ സൗകര്യങ്ങൾ അവിടെ വർക്ക് ചെയ്യാം. ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്, ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാൽ കെയർ പ്രൊവൈഡഡ് ബൈ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സ്, നമ്മൾ കൊടുക്കുന്ന കെയർ. ആംബുലേറ്ററി കെയർ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സിൽ നമ്മൾ കൊടുക്കുന്ന കെയർ. ആംബുലേറ്ററി കെയർ സെന്ററിൽ വർക്ക് ചെയ്യാം. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസ്, ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസ് പല പല ഡോക്ടർമാരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആ രീതി അല്ലെ, ഒരുമിച്ച് ചികിത്സിക്കുന്ന രീതി ആണ് ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസുകളിൽ വർക്ക് ചെയ്യാം. ഹോസ്പിസ് സെന്റേഴ്സ്, ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതല്ല ഇൻട്രൊഡക്ഷനില്, ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ അവിടെ എന്റർടൈൻമെന്റിനും ആണ് പ്രാധാന്യം നൽകുന്നത് അല്ലെ. നമ്മുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ട്രീറ്റ്മെന്റ് മാത്രമല്ല, അപ്പൊ അവിടെ ആ മെഡിസിന്റെ പുറമെ അവിടെ എന്റർടൈൻമെന്റ് കാര്യങ്ങൾക്കൊക്കെയാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളതാണ് ഹോസ്പിസ് സെന്റേഴ്സ്, അവിടെ വർക്ക് ചെയ്യാം. ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യാം. ഫിസിഷ്യൻ ഓഫീസുകളിൽ വർക്ക് ചെയ്യാം. റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ്, ലോങ് ടേം കെയർ കൊടുക്കുന്ന റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റികളിൽ വർക്ക് ചെയ്യാം. ഹോം ഹെൽത്ത് കെയർ, വീടുകളിൽ ഹോം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം. മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ, നിയന്ത്രിത പരിചരണ സംഘടനകളിലും ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വർക്ക് ചെയ്യാം. ഹോസ്പിറ്റലിന് പുറമെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്മാർക്ക് ഈ പൊസിഷനുകളിലൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തിട്ടേക്കാം. ഇനി നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ at a larger facility may work in specific clinical area. ലാർജ് ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് പ്രത്യേക ചികിത്സാ ഏരിയകളിൽ വർക്ക് ചെയ്യാം. എവിടേക്കാ? കാർഡിയോളജി, സർജറി, ന്യൂറോളജി, ഒബ്സ്ട്രിറ്റിക്സ്, പ്രസവ ചികിത്സ, ഒബ്സ്ട്രിറ്റിക്സ് ആൻഡ് നെഫ്രോളജി. ഇവിടെയെല്ലാം ഇങ്ങനെയുള്ള പ്രത്യേക ക്ലിനിക്കൽ ഏരിയകളിൽ ലാർജ് ഫെസിലിറ്റിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് എ ലാർജ് ഫെസിലിറ്റി may work in specific clinical areas like cardiology, surgery, neurology, obstetrics and nephrology. ഇവിടെയെല്ലാം വർക്ക് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് എ സ്മോളർ ഫെസിലിറ്റി, ഇനി സ്മോളർ ഫെസിലിറ്റിയിലുള്ള ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്താണ്? സൂപ്പർവൈസ് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റുകളുടെ മേൽനോട്ടമാണ്. ലൈക്ക് ഏതൊക്കെയാ? ഫിനാൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് പേഴ്സണൽ, മറ്റുള്ള ഉദ്യോഗസ്ഥര്, ഇങ്ങനെയൊക്കെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകളെ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അറ്റ് സ്മോളർ ഫെസിലിറ്റി മേ സൂപ്പർവൈസ് different departments like finance, education, research and personal. The next പറയുന്നത് just a few of the titles hospital administrator may possess include. So hospital administrator മാർക്ക് ഈ പൊസിഷനുകൾ നിർവഹിക്കാം. അതായത് അവർക്ക് ഈ പൊസിഷനിലൊക്കെ അവർക്ക് വർക്ക് ചെയ്യാം. അതായത് ഈ പൊസിഷനുകൾ അവർക്ക് എന്ത് ചെയ്യാൻ നിർവഹിക്കാം എന്നാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ പറയുന്ന പൊസിഷനുകളൊക്കെ
വർക്ക് ചെയ്യാം, പൊസിഷനുകൾ അവർക്ക് നിർവഹിക്കാം. അതിനകത്ത് ഫസ്റ്റത്തെ 3 എണ്ണത്തിന്റെയും എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതും നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. പ്രസിഡന്റ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ. പ്രസിഡന്റ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, COO. ഈ പൊസിഷന് നിർവഹിക്കാം. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, COO. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, CFO. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഇതാണ് CFO. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അടുത്തത് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് എല്ലാ ഒരു ഹോസ്പിറ്റലിലെ എല്ലാവരെയും ഓവറോൾ മാനേജ്മെന്റ് ആണ്. എല്ലാവരുടെ ഡയറക്റ്റിംഗ്, പ്ലാനിങ്, കോർഡിനേറ്റിംഗ് ഇങ്ങനെയുള്ള എല്ലാത്തിന്റെയും ഒരു സ്ഥാപനത്തിന്റെ ജീവനക്കാരെയൊക്കെ മാനേജ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ്. നിങ്ങൾക്ക് അതൊരു ചാപ്റ്റർ പഠിക്കാല്ലേ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഒരു സ്ഥാപനത്തിലേക്ക് എല്ലാ ജോലിക്കാരെയും എല്ലാവരെയും ജീവനക്കാരെയൊക്കെ മാനേജ് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള പൊസിഷൻ നിർവഹിക്കാം. റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്, വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റർ, കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ. കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക. ഓർ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് കംപ്ലൈൻസ് ട്രെയിനർ, TRAINER, കംപ്ലൈൻസ് ട്രെയിനർ. അപ്പൊ ഈ ട്രെയിനിങ്ങുകളൊക്കെ ഇല്ലേ, ട്രെയിനിങ് പ്രോഗ്രാംസുകളൊക്കെ സ്റ്റാഫിന്, ഹോസ്പിറ്റൽ ലോസുകള്, പിന്നെ റെഗുലേഷൻസ്, ഇതൊക്കെ അവർക്കുള്ള ജോലിയുടെ ഭാഗമായിട്ട് അതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെയുള്ള അതിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഇതാണ് കംപ്ലൈൻസ് എഡ്യൂക്കേറ്റർ ഓർ കംപ്ലൈൻസ് ട്രെയിനർ എന്ന് പറഞ്ഞ ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നെ ഡയറക്ടർ ഓഫ് നഴ്സിംഗിന്റെ ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, ഡയറക്ടർ ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഡയറക്ടർ പോപ്പുലേഷൻ ഹെൽത്ത്, ഡയറക്ടർ ഓഫ് പോപ്പുലേഷൻ ഹെൽത്ത് സർവീസ്, ഡയറക്ടർ. അടുത്ത പോയിന്റ് ആണ് ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസ്. ഇത് അടുത്ത പോയിന്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഡയറക്ടർ പേഷ്യന്റ് കെയർ സർവീസിന്റെ ഡയറക്ടർ. ഇത്രയും പൊസിഷനുകള് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നിർവഹിക്കാം. ഇതിന്റെ ഓരോന്നിന്റെ ഡീറ്റെയിൽ ഞാൻ തരുന്നില്ല കേട്ടോ. ഡീറ്റെയിൽ ഒന്നും നിങ്ങൾക്ക് വേണ്ട. അതിനകത്ത് ആദ്യത്തെ 3 എണ്ണത്തിന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്യുക. പിന്നെ ഏതൊക്കെ പൊസിഷനുകളിൽ നിർവഹിക്കാം, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതോ ഏത്, അങ്ങനെ ഞാൻ ചോദിക്കുള്ളൂ. അതുകൊണ്ട് നീട്ടി വലിച്ചൊക്കെ നമ്മൾ വീണ്ടും എക്സ്ട്രാ നോട്ടൊക്കെ അതിന്റെ എഴുതി അങ്ങനെ വെറുതെ സമയം കളയണ്ട. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ലിമിറ്റ് വളരെ കുറച്ച്, ഇപ്പൊ മാക്സിമം നമുക്ക് കുറയ്ക്കാവുന്നതിന്റെ അത്രയും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കുറച്ച് പഠിച്ചാൽ മതിയല്ലോ. അതിന് ഈ 2 രീതിയിലാണ് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുള്ളൂ. ആദ്യത്തെ 3 എണ്ണത്തിന്റെ എക്സ്പാൻഡഡ് ഫോം നിങ്ങൾ നോക്കാം. ബാക്കിയിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്. ഇതൊന്ന് വായിച്ച് നിങ്ങൾ 2-3 പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം കിട്ടും അതിനകത്ത് വരുന്നത് ഏതാണെന്നത്. ആ ഒരു പൊസിഷനിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ പഠിച്ചു വെക്കാം. അത്രയും മതി. ഞാൻ ഒന്നുകൂടി വായിക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചു പോകാം. പ്രസിഡന്റ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്, വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി, hospital operation administrator, complaints educator, director of nursing, director of clinical operations, assistant director of finance, director population health, next one director patient care service. ഇത്രയും പൊസിഷനുകൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നിർവഹിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഫങ്ഷൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. എങ്കിലും ഓരോന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഫസ്റ്റ് ഫങ്ഷൻ നോക്കിയേ, ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നിങ്ങൾ പഠിച്ചതാണ് ചാപ്റ്റർ അല്ലെ.
ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എല്ലാ സ്റ്റാഫിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ. അടുത്തത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ. പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻ, പബ്ലിക് റിലേഷൻ എന്നുവെച്ചാൽ നമുക്ക് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക്കും ആ ഒരു ഓർഗനൈസേഷൻ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അല്ലെ, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. രണ്ട് പാർട്ടികൾക്കും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെ, ബെനിഫിറ്റഡ് റിലേഷൻഷിപ്പ് ആണ് PR, പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻ. ഓർഗനൈസേഷനും പബ്ലിക്കിന്റെയും ഇടയ്ക്കുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ബിൽഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളത് പബ്ലിക് റിലേഷൻ. അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ് ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അത്ര ഒരു സെന്റൻസ് ആണ്. പോളിസികള്, ഹോസ്പിറ്റലിലെ പോളിസികള്, നയങ്ങള് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ രൂപപ്പെടുത്തുക. ഫോർമുലേഷൻ ഓഫ് പോളിസീസ്, പോളിസികൾ രൂപപ്പെടുത്തുക. ആൻഡ് ഇംപ്ലിമെന്റേഷൻ, അത് എന്ത് ചെയ്യുക, നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഇംപ്ലിമെന്റേഷൻ ഹോസ്പിറ്റലിലെ പോളിസികള് രൂപപ്പെടുത്തുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുക. അടുത്ത നോക്കിയേ, എൻഷുർ. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഉറപ്പുവരുത്തുക. എൻഷുർ കംപ്ലൈൻസ് വിത്ത് ലോസ്, റൂൾസ്. അതൊന്ന് കറക്റ്റ് ചെയ്തേ, റൂൾസ് എന്നാണ് കേട്ടോ, RULES, റൂൾസ്. റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ്. എൻഷുർ കംപ്ലൈൻസ് വിത്ത് ലോസ്, റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ്. അത്രയും ഫുൾ സ്റ്റോപ്പ് ആക്കാം. അപ്പൊ അവിടെ നമ്മൾ ലോസ്, നിയമങ്ങള്, റൂളുകള്, റെഗുലേഷൻ, നിയന്ത്രണങ്ങള്, എത്തിക്സ് എന്നിവയൊക്കെ ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കംപ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലിക്കുക എന്നുള്ള മീനിങ് ആട്ടോ കംപ്ലൈൻസ്. എൻഷുർ കംപ്ലൈൻസ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്ത്, ലോസ്, റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ് എന്നിവ ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി അടുത്ത് നോക്കിയേ, ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് ഒരു ലീഗൽ, നിയമപരമായിട്ടുള്ള ഒരു പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക, ആക്ട് ചെയ്യുക. ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുക. ഇപ്പൊ പല മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വരൂലേ, അപ്പൊ നമ്മള് ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് നമ്മളെ ഹോസ്പിറ്റലിനെയൊക്കെ റെപ്രസെന്റ് ചെയ്ത് അതിനകത്ത് പങ്കെടുക്കാം. ആ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുക, ഒരു റെപ്രസെന്റേറ്റീവ് ആവുക. അപ്പൊ നമ്മളെല്ലാ ഇതിന്റെ ഫുൾ ഓവറോൾ മാനേജ്മെന്റ് ആണല്ലോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് അഡ്മിനിസ്ട്രേറ്ററിന് അങ്ങനെയുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് മീറ്റിംഗും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാം. ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കാം. അടുത്ത നോക്കിയേ, ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് അക്കൗണ്ടബിൾ. അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ എന്താ, ഉത്തരവാദിത്വം ഉണ്ട്. എന്തിനാ, ടു മേക്ക് ഷുവർ ദാറ്റ് ഹോസ്പിറ്റൽ ഈസ് അബൈഡിങ്. അബൈഡിങ് എന്ന് വെച്ചാൽ പാലിക്കുക. ഹോസ്പിറ്റൽ ഈസ് അബൈഡിങ് ബൈ ദ ഗവൺമെന്റ് റൂൾസ്. എല്ലാ ഗവൺമെന്റ് നിയമങ്ങളും ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഹോസ്പിറ്റലിലെ എല്ലാ ഗവൺമെന്റ് റൂളുകളും ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട്, അബൈഡിങ്, പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്വമാണ്. അക്കൗണ്ടബിൾ, ഉത്തരവാദിത്വമുണ്ട്. ആൻഡ് വെദർ ഓൾ ദ സ്റ്റാറ്റ്യൂട്ടറി നീഡ്സ് ആർ മെറ്റ്. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമാനുസൃതമായിട്ടുള്ള എല്ലാ നിയമാനുസൃതമായിട്ടുള്ള നീഡ്സ്, ആവശ്യങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈസ് അക്കൗണ്ടബിൾ to make sure that the hospital is abiding by the government rules and whether all the statutory needs are met. So hospital എല്ലാ ഗവൺമെന്റ് റൂളുകളും ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിയമാനുസൃതമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും അവിടെ മെച്ചെന്ന് വെച്ചാൽ കണ്ടെത്തുക, അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എല്ലാ നിയമാനുസൃതമായ ആവശ്യങ്ങളും നടപ്പിലാക്കുന്നുണ്ട്
എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വമുണ്ട്. അടുത്ത പോയിന്റ് നോക്കിയേ. Has the responsibility to supervise all the activities in the hospital. ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസിനെ, ഓവറോൾ ആക്ടിവിറ്റീസിനെ സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക എന്നുള്ളതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. Has the responsibility to supervise all the activities in the hospital. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മേൽനോട്ടം വഹിക്കുക എന്നുള്ളതും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. Okay, should make sure that all staffs are aware of hospital mission, vision and objectives. ഇതിനൊപ്പം തന്നെ എന്താ പറഞ്ഞേക്കുന്നേ? ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫും അവയർനെസ് ഉണ്ട്. ഹോസ്പിറ്റലിന്റെ മിഷൻ എന്ന് വെച്ചാൽ എന്താ? ദൗത്യം. ഹോസ്പിറ്റലിന്റെ ദൗത്യം, വിഷൻ, കാഴ്ചപ്പാട്, ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങള്, ഇതെല്ലാത്തിനെയും ഈ ഹോസ്പിറ്റലിലെ വിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇതെല്ലാത്തിനെയും കുറിച്ചുള്ള ഒരു അവയർനെസ് എല്ലാ സ്റ്റാഫിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തേണ്ടത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററാണ്. എന്താ പറഞ്ഞപ്പോ 2 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും, ഓവറോൾ ആക്ടിവിറ്റീസിനെയും എന്ത് ചെയ്യുക? സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലിന്റെ വിഷൻ, ഒബ്ജക്റ്റീവ്സ്, ദൗത്യങ്ങള്, കാഴ്ചപ്പാട്, ലക്ഷ്യങ്ങള്, ഇതെല്ലാം സ്റ്റാഫിന്, അതേക്കുറിച്ചൊക്കെ സ്റ്റാഫിന് അവയർനെസ്, ഒരു അവബോധമുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. Carry out all the management decision in hospital. എല്ലാ മാനേജ്മെന്റ് തീരുമാനങ്ങളും നടപ്പിലാക്കുക. Carry out, നടപ്പിലാക്കുക. എല്ലാ മാനേജ്മെന്റ് തീരുമാനങ്ങളും ഹോസ്പിറ്റലില് നടപ്പിലാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. കിട്ടിയോ? Carry out all the management decision in hospital. ഹോസ്പിറ്റലിലെ എല്ലാ മാനേജ്മെന്റ് തീരുമാനങ്ങളും നടപ്പിലാക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, 5 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിലേതെങ്കിലും പോയിന്റ്സ് ക്ലിയർ ആവാത്തുണ്ടോ നിങ്ങൾക്ക്? മൂന്നാമത്തെ പോയിന്റിൽ 2-3 കുഞ്ഞു കാര്യങ്ങൾ ഒറ്റ പോയിന്റ് ആയിട്ട് തന്നേക്കുന്നതാണ് കേട്ടോ. ക്ലിയർ ആണ്. അപ്പൊ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് അതും 5-ാമത്തെ ഒക്കെ 2 പോയിന്റ്സും കൊണ്ട് അബൈഡിംഗ് എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ളത് കേട്ടോ. പാലിക്കുക, അബൈഡിംഗ്, പാലിക്കുക. 5, 2, 4 നാലാമത്തെ പോയിന്റിൽ 2 പോയിന്റ് ചേർത്ത് തന്നേക്കും. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് കുഞ്ഞു പോയിന്റ് ആയിട്ട് എഴുതണമെങ്കിൽ എഴുതാം കേട്ടോ. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞേക്കണ എല്ലാ ആക്ടിവിറ്റിയും, ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസിനെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ അടുത്ത പോയിന്റ്സ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദി സ്റ്റാഫ് ആർ അവെയർ ഓഫ് ദ ഹോസ്പിറ്റൽ വിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്. ഹോസ്പിറ്റലിലെ മിഷൻ, ദൗത്യങ്ങള്, വിഷൻ, ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങള്, ഇതെല്ലാനും എല്ലാ സ്റ്റാഫുകളും, എല്ലാത്തിനെ കുറിച്ചുള്ള സ്റ്റാഫുകൾക്ക് ഒരു അവയർനെസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേറ്ററാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ചുമതലയാണ്. പിന്നെ എല്ലാ മാനേജ്മെന്റ് തീരുമാനങ്ങളും ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുക. ക്യാരി ഔട്ട് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ക്യാരി ഔട്ട് ഓൾ ദ മാനേജ്മെന്റ് ഡിസിഷൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ മാനേജ്മെന്റ് തീരുമാനങ്ങളും നടപ്പിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. മാപ്പ് ഔട്ട്. മാപ്പ് ഔട്ട് എന്ന് വെച്ചാൽ ഫോർമുലേറ്റ്, രൂപപ്പെടുത്തുക. മാപ്പ് ഔട്ട് ആണ് ഫോർമുലേറ്റ്. FORMULATE, ഫോർമുലേറ്റ് ചെയ്യുക, രൂപപ്പെടുത്തുക. മേജർ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയർ ആൻഡ് എൻഷുർ ദർ ഇംപ്ലിമെന്റേഷൻ. നോക്കി, എല്ലാ പ്രധാനപ്പെട്ട റൂളുകള്, നിയമങ്ങള്, നിയന്ത്രണങ്ങള്, റെഗുലേഷൻസ്, പ്രൊസീജിയർ, നടപടിക്രമങ്ങള്, ഇതെല്ലാം രൂപപ്പെടുത്തുകയും ആൻഡ് എൻഷുർ ദർ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അവ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക.
അവിടെ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുക. Formulate major rules, regulations and procedure and ensure the implementation. അപ്പൊ എല്ലാ പ്രധാനപ്പെട്ട നിയമങ്ങളും നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഇത് ഫോർമുലേറ്റ് ചെയ്യുക, അത് എന്ത് ചെയ്യുക, അത് നടപ്പിലാക്കുന്നുണ്ട്, ഇംപ്ലിമെന്റേഷൻ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് റൂൾസ് ഫോർമുലേറ്റഡ് ആർ ഇൻ വിത്ത് ദ ഹോസ്പിറ്റൽ പോളിസി. എന്താണ് മേക്ക് ഷുവർ ദാറ്റ്, ഉറപ്പുവരുത്തണം, ദ റൂൾസ് ഫോർമുലേറ്റഡ് ആർ, നമ്മൾ രൂപപ്പെടുത്തിയ റൂൾസുകൾ ആർ ഇൻ വിത്തിൻ ദ ഹോസ്പിറ്റൽ പോളിസി. അപ്പൊ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത റൂളുകള് ഹോസ്പിറ്റൽ പോളിസികളുടെ ഹോസ്പിറ്റൽ നയങ്ങളിലൊക്കെ ഉൾപ്പെടുന്നതാണ്, അതിന്റെ ഉള്ളിലുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുക. ഹോസ്പിറ്റലിലെ രൂപീകരിച്ചിട്ടുള്ള റൂളുകള് നമുക്ക് അത് ആ ഹോസ്പിറ്റലിലെ പോളിസികളില് ഹോസ്പിറ്റലിലെ നയങ്ങളില് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. Make sure that rules formulated are in with the hospital policy. Next point നോക്കിയേ, it is accountable for good employer-employee relation. ഇതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. Is accountable, ഉത്തരവാദിത്തമുണ്ട്. എന്തിനപ്പോ? Good employer-employee relation, നല്ല employer-employee റിലേഷൻ, തൊഴിലാളികളും എംപ്ലോയറും ഒക്കെ തമ്മിലുള്ള ആ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിന് ഉത്തരവാദിത്വമുണ്ട്. നല്ലൊരു റിലേഷൻഷിപ്പ്, എംപ്ലോയർ റിലേഷൻ എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, വർക്ക്സ് അറ്റൻറ്റീവ്ലി വിത്ത് ദ അതർ എക്സിക്യൂട്ടീവ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മറ്റുള്ള എക്സിക്യൂട്ടീവ്സുമായിട്ട് ചേർത്ത് വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, വളരെ അറ്റൻറ്റീവ്ലി ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് വർക്ക് ചെയ്യുക. ലൈക്ക് മെഡിക്കൽ സൂപ്രണ്ട്, നേഴ്സിംഗ് സൂപ്രണ്ട്, മെഡിക്കൽ സൂപ്രണ്ട്, നേഴ്സിംഗ് സൂപ്രണ്ട് പോലുള്ള മറ്റുള്ള എക്സിക്യൂട്ടീവ്സുമായിട്ട്, ഹോസ്പിറ്റലിലെ മറ്റുള്ള എക്സിക്യൂട്ടീവ്സുമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, അവരുമായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ട് ശ്രദ്ധയോടുകൂടി വർക്ക് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഫങ്ഷൻസ് ഇൻ എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് മാനർ. നമ്മൾ എന്ത് ഉറപ്പുവരുത്തണം? ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻ ഈസ് ഇൻ എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് മാനർ. എല്ലാ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങളും സ്മൂത്ത് ആണ്, എഫിഷ്യന്റ്, നല്ല രീതിയിലാണ്, ഫലപ്രദമാണ് എന്നുള്ള രീതിയിൽ, കാര്യക്ഷമം, എഫിഷ്യന്റ്, ഒരു കാര്യക്ഷമമാണ്, നല്ല രീതിയിലാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങളും നടത്തുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. Make sure that all departments function in a smooth and efficient manner. Clear ആയോ? ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായും സ്മൂത്തായും നല്ല കാര്യക്ഷമമായിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് നോക്കിയേ, ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ ഒരു ഒഫീഷ്യൽ നിയമപരമായിട്ടുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക, പ്രവർത്തിക്കുക. ആക്ട് ആസ് ആൻ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ. പറഞ്ഞില്ലേ, അപ്പൊ ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു അഡ്മിനിസ്ട്രേറ്ററിന് റെപ്രസെന്റ് ചെയ്യുക, ഓരോ പ്രോഗ്രാമുകളിലൊക്കെ അവർക്ക് അതിൽ റെപ്രസെന്റ് ചെയ്യാം. നമ്മളിപ്പോ ഒരുപാട് ഇതുണ്ടെങ്കിൽ അതിന് ഹെഡായിട്ട് ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു ടോപ്പില് ഇതുണ്ടാവുമല്ലോ, അപ്പൊ അദ്ദേഹത്തിനൊക്കെ ഇങ്ങനെ ഒരു ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളത്, പ്രവർത്തിക്കാം. അങ്ങനെയുള്ള അതിന് കാര്യങ്ങളിലും ഒക്കെ ചർച്ചകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലൊക്കെ അവർക്കും അഡ്മിനിസ്ട്രേഷനും ഉൾപ്പെടാം. അതിലും അവർക്ക് അതിനകത്ത് ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആക്കാം. Act as an official representative of hospital. ഒഫീഷ്യൽ ഹോസ്പിറ്റലിലെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കാം. അടുത്ത നോക്കിയേ, സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട്സ് ടു ദ ഗവേണിംഗ് ബോഡി. ആനുവൽ റിപ്പോർട്ടുകൾ അത് ബന്ധപ്പെട്ട ഗവേണിംഗ്, നമ്മൾ ഗവേൺ ചെയ്യുന്ന, മേൽനോട്ടം വഹിക്കുന്ന ആളുകളിലേക്ക് അത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട്.
submit annual report to the governing body. നമ്മുടെ ഗവേണിംഗ് ബോഡി എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മളെ ഭരണസമിതി എന്നൊക്കെ പറയില്ലേ, ഭരണസമിതിക്ക് ആനുവൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട് ടു ദ ഗവേണിംഗ് ബോഡി. നെക്സ്റ്റ് നോക്കിയേ, ഡൊണേറ്റ് ടു ഡിവിസിംഗ് ആനുവൽ ബഡ്ജറ്റ്. ഡിവൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസൂത്രണം ചെയ്യുക എന്നുള്ള മീനിങ് ആട്ടോ. ഡിവൈസിംഗ്, ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ആനുവൽ ബഡ്ജറ്റ്. ആനുവൽ ബഡ്ജറ്റുകൾ രൂപപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നതിന് ബഡ്ജറ്റ് സംഭാവന നൽകുക. ആനുവൽ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനുള്ള സംഭാവനകളൊക്കെ നൽകുക. ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ആനുവൽ റിപ്പോർട്ട്സ്. ആനുവൽ റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുന്നതിന് സംഭാവന നൽകുക. ഇതൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസ്. ഇതൊന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം. ഏതെങ്കിലും ക്ലിയർ ആവാത്തുണ്ടോ? ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. ഹോസ്പിറ്റലിലെ എല്ലാ റൂളുകള്, റെഗുലേഷൻസ്, നടപടിക്രമങ്ങള് ഇതൊക്കെ രൂപപ്പെടുത്തുക, അവ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഹോസ്പിറ്റൽ പോളിസിയിലെ ഉള്ളിലുള്ളതാണ് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള ആ റൂളുകള്, നിയമങ്ങള് അതിന്റെ ഉള്ളിലുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുക. നല്ലൊരു എംപ്ലോയി റിലേഷൻഷിപ്പ് അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ എക്സിക്യൂട്ടീവ്സ്, മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട് തുടങ്ങിയ ഹോസ്പിറ്റലിലെ മറ്റുള്ള എക്സിക്യൂട്ടീവ്സും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ അവർ സഹകരിച്ച് തന്നെ വർക്ക് ചെയ്യുക. പിന്നെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളും സ്മൂത്തായി എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഹോസ്പിറ്റലിലെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക. പിന്നെ ഭരണസമിതിക്ക് ആനുവൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ആനുവൽ ബഡ്ജറ്റ്. ആനുവൽ ബഡ്ജറ്റുകൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള സംഭാവനകൾ നൽകുക. ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ആനുവൽ ബഡ്ജറ്റ്. ആനുവൽ ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതിനുള്ള അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഡൊണേറ്റ് ചെയ്യുക, സംഭാവന ചെയ്യുക. ഇത്രയും അതിനകത്ത് ഫങ്ഷൻസ് വരുന്നതാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ. എല്ലാവരും ഇല്ലേ? ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞിരുന്നോ? ഉറങ്ങിപ്പോയോ? അതൊക്കെ നമ്മളിന്റെ ചാപ്റ്ററുകളൊക്കെ അങ്ങനത്തെ ഒരു തരം ചാപ്റ്ററുകളൊക്കെയാണല്ലോ. ഇപ്പൊ എന്തായാലും കുറച്ചും കൂടിയൊക്കെ ഉള്ളൂ. ഒരു 3-4 ചാപ്റ്ററുകൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ ഒരു കോഴ്സ് തന്നെ കഴിയും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സാമും ആവാറായി. 3-4 ചാപ്റ്റർ ഒക്കെ. ഇപ്പൊ 4 ചാപ്റ്റർ ഉള്ളൂ നമുക്ക്. 4th മൊഡ്യൂളിലെ 4 3 ചാപ്റ്റർ കേട്ടോ. 4th മൊഡ്യൂളിലെ 3 ചാപ്റ്റർ കൂടി നമുക്ക് എടുക്കാനേ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ ആ ഇതൊക്കെ കഴിയും. ഇമ്പോർട്ടന്റ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഞാൻ നോട്ട് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളെല്ലാവരെയും നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാ, ക്യാരക്ടർ, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാ വേണ്ടതെന്നുള്ളതാ പറയുന്നത്. അപ്പൊ എല്ലാവരും സ്വയമൊക്കെ നോക്കാം, ഇങ്ങനെയുള്ള കഴിവൊക്കെ എനിക്കുണ്ടോ, ഇങ്ങനത്തെ ഇതുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട സ്വഭാവ സവിശേഷതകൾ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാറുണ്ട് കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്തില്ല. ഫസ്റ്റ് നോക്കിയേ, മസ്റ്റ് ഷോ കോമ്പിറ്റൻസ് അറ്റ് വർക്ക്. ജോലിയിൽ കഴിവുകയാണ്. ഒന്നാമത്തെ കാര്യമാണ്. മസ്റ്റ് ഷോ, കാണിക്കണം. കോമ്പിറ്റൻസ് അറ്റ് വർക്ക്, ജോലിയിലുള്ള മികവ്
അല്ലെങ്കിൽ ജോലിയിൽ കഴിവ് കാണിക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഓവറോൾ മാനേജ്മെന്റ് ആണ്. ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഓടി നടന്നൊക്കെ ചെയ്യാനും ജോലിയില് എന്ത് വേണം? അങ്ങനെ ചെയ്യാനുള്ള ഒരു നല്ലൊരു കഴിവ് വേണം. നല്ല ആക്റ്റീവ് ആയിരിക്കണം എപ്പോഴും. നമ്മൾ പുറമേന്ന് ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഇത് നോക്കുമ്പോ നമ്മള് ഡോക്ടറെ മെയിൻ ആയിട്ട് നമ്മൾ ഡോക്ടറിനെയാണ് ഫോക്കസ് ചെയ്യുക. ചെന്നു നമ്മുടെ വിവരങ്ങൾ പറഞ്ഞു മരുന്ന് വലിച്ചു നമ്മൾ മെഡിസിൻ കഴിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാനേജ്മെന്റ് ആണ് അല്ലെ. അത്ര നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഒരു ഇതുപോലും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അതൊരു നല്ലൊരു ഭരണമാണ്. അഡ്മിനിസ്ട്രേഷന്റെ ഇതാണ്. ഇപ്പൊ നിങ്ങളൊരു സിനിമ എടുത്തു, നമ്മൾ അതിനകത്ത് ആക്ടേഴ്സിനെ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ സിനിമ നല്ല സിനിമയാണ് എന്ന് നമ്മൾ പറയും. എന്താ? ആക്ടേഴ്സിന്റെ ഇത് കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് നല്ല ഇതാണെന്നുള്ളത്. പക്ഷെ അതിന് പിന്നിൽ ഇവിടെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. സ്ക്രിപ്റ്റ് നമ്മൾ കഥ എഴുതണം. നല്ലൊരു കഥ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ ഒരു സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടല്ലേ അവർ അഭിനയിക്കുന്നത്. നല്ല കഥയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ ക്യാമറമാന്റെ കഴിവ്, ഡ്രസ്സിങ് നിങ്ങൾ നോക്കും അല്ലെ. എല്ലാം മ്യൂസിക്, ലൈറ്റ്, പാട്ടുകള് ആ നല്ല ഭംഗിയാണെന്ന് നമ്മൾ പാടും. പക്ഷെ അതിന്റെ ആ ലിറിക്സുകൾ പോലും അതൊക്കെ എത്ര കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അതിന്റെ പിന്നീട് ഒത്തിരി ഇതുണ്ട്. പിന്നെ അതിന് മ്യൂസിക് കൊടുക്കണം അല്ലെ നല്ല രീതിയില്. പിന്നെ അത് നല്ല പാടാൻ അറിയാവുന്നവരെ കൊണ്ട് തന്നെ നല്ല പാടിക്കണം അല്ലെ. നല്ല നമുക്കത് അതിന് കേൾക്കാനുള്ള ഇത് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ നിൽക്കുന്നുണ്ട് ഇല്ലേ. അതൊന്നും നമ്മള് നോക്കൂല. നമ്മള് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഇത് നോക്കുമ്പോ നമ്മൾ ഫസ്റ്റ് ഇത് എന്തിന് തന്നെ കൊടുക്കണം? അഡ്മിനിസ്ട്രേഷനും തന്നെ കൊടുക്കണം. നല്ലൊരു ഭരണമാണ് അവിടെ. എല്ലാ കാര്യങ്ങളും ഓവറോൾ എല്ലാം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അവരുടെ ഭരണമാണ്. ഇതിന് പിന്നില് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. അവരാണ് എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റും എല്ലാം ഓവറോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. ഒരു ഹോസ്പിറ്റലില് നല്ല രീതിയിൽ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നതിന് പിന്നില് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ആ ഹാർഡ് വർക്കിന്റെ ഫലമാണ് ആ ഒരു നല്ലൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഒന്നാമത്തേത് നമ്മൾ ആ ജോലിയില് നല്ലൊരു കഴിവ് വേണം. രണ്ടാമത്തെ നോക്കിയേ, മസ്റ്റ് ബി സെൻസിറ്റീവ് ടു ഓർഗനൈസേഷൻസ് ആൻഡ് സ്റ്റാഫ് പ്രോബ്ലംസ് ആൻഡ് റിക്വയർമെന്റ്സ്. മസ്റ്റ് സെൻസിറ്റീവ് നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുന്നതാണ്. ഓർഗനൈസേഷൻസ് ആൻഡ് സ്റ്റാഫ് പ്രോബ്ലംസ് ആൻഡ് റിക്വയർമെന്റ്. ഒരു ഓർഗനൈസേഷന്റെ സ്റ്റാഫിന്റെയും പ്രശ്നങ്ങള്, അവരുടെ റിക്വയർമെന്റ്സ്, ആവശ്യങ്ങള്, ഇതിനോടൊക്കെ പെട്ടെന്ന് പ്രതികരിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അത് കേട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ അവിടെ കൊടുക്കണം അല്ലെ. അതുപോലെ തന്നെ അവരുടെ റിക്വയർമെന്റ്സ് എന്താന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള സാധനങ്ങൾ അവിടെ അവൈലബിൾ ആക്കി കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം? അതിനോടൊക്കെ സെൻസിറ്റീവ് ആയിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. മസ്റ്റ് ബി സെൻസിറ്റീവ് ടു ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റാഫ് പ്രോബ്ലംസ് ആൻഡ് റിക്വയർമെന്റ്സ്. ഓർഗനൈസേഷന്റെ സ്റ്റാഫിന്റെ പ്രശ്നങ്ങള്, റിക്വയർമെന്റ്സ്, ആവശ്യകതകള്, ഇതിനോടൊക്കെ സെൻസിറ്റീവ് ആയിരിക്കണം, പ്രതികരിക്കുന്നതായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ ആൻഡ് പ്ലാൻ. എന്തിനുള്ള കഴിവ് വേണം? മുൻകൂട്ടി കാണാൻ. ഫോർസീ മുൻകൂട്ടി കാണുക, ആൻഡ് പ്ലാൻ ആസൂത്രണം ചെയ്യാനും, കാര്യങ്ങള് മുൻകൂട്ടി കാണാനും. നമ്മൾ പറയില്ല കണ്ടറിഞ്ഞ് ചെയ്യാൻ. നമ്മൾ ഓരോന്നും മുൻകൂട്ടി കാണാനും അത് ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി വേണം. ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ ആൻഡ് പ്ലാൻ. കാര്യങ്ങളെ മുൻകൂട്ടി കാണാനും ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി വേണം. നെക്സ്റ്റ് നോക്കിയേ, ഹാസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയ. എന്തിനുള്ള കഴിവ് വേണം? ഹാസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ന്യൂ, പുതിയ ഐഡിയകള് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, പ്രൊഡ്യൂസ് ചെയ്യാൻ. ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകളൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ, പുതിയ ഐഡിയകള് ഉണ്ടാക്കാൻ ഇതിനൊക്കെ ഉള്ളൊരു കഴിവ് വേണം. ക്രിയേറ്റീവ് ഐഡിയാസ്, പുതിയ ഐഡിയകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വേണം.
has the ability to produce new and creative idea. പുതിയതും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള ഐഡിയകള് നിർമ്മിക്കാനുള്ള ഒരു പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. പിന്നെ has the capacity to coordinate, organize and distribute resources. ഓക്കെ, ഇനി റിസോഴ്സുകള് വിഭവങ്ങള് ഹോസ്പിറ്റലിലെ റിസോഴ്സുകള് അത് കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുന്നത്, ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുന്നത്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. The capacity to coordinate, organize and distribute resources. Coordinate ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക, ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക, ഡിസ്ട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ വിതരണം ചെയ്യുക. റിസോഴ്സുകൾ കോർഡിനേറ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി വേണം. അടുത്ത നോക്കിയേ, must be able to delegate work and make efficient use of his or her own time. Must be able to delegate work. നമ്മുടെ വർക്കിൽ ഡെലിഗേറ്റ് ആയിരിക്കണം, വർക്കില് നമ്മളെ ജോലി, നമ്മളെ ഏൽപ്പിച്ച ജോലി എന്താണോ അതില് നമ്മള് പൂർണ്ണമായിട്ടും നമ്മൾ അത് ഉൾക്കൊള്ളണം. ആ വർക്ക് പൂർണ്ണമായിട്ടും നമ്മളെ എന്താണോ ഏൽപ്പിച്ച ജോലി അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതില് നമ്മൾ ഡെലിഗേറ്റ് ആയിരിക്കണം. And make efficient use of his or her own time. എന്താണ്, അവർക്ക് അനുവദിച്ചിട്ടുള്ള ആ ടൈം ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണം. ഇപ്പൊ നമുക്ക് 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ആ ജോലിക്ക്, ആ 8 മണിക്കൂറും നമ്മൾ എന്ത് ചെയ്യണം, ഫലപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ അത് മാക്സിമം നമുക്ക് കിട്ടിയേക്കുന്ന അനുവദിച്ചേക്കുന്ന ടൈം മാക്സിമം നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ വെറുതെ കുറച്ച് സമയത്ത് വെറുതെ ഇരുന്ന് അങ്ങനെയൊന്നും ഇത് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ ജോലിയോട് ഒരു ആത്മാർത്ഥത കാണിക്കണം. നമ്മള് അതുപോലെ നമുക്ക് അനുവദിച്ചിട്ടുള്ള ആ ടൈം അത് എഫിഷ്യന്റ് ആയിട്ട് നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിൽ തന്നെ അത് ഉപയോഗിക്കണം. അടുത്ത് നോക്കി, എബിലിറ്റി ടു പെർസ്യൂ മോട്ടിവേറ്റ്. ആളുകളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനും വികസിപ്പിക്കാനുള്ള ഒരു കഴിവ് വേണം. അവർക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ കൊടുക്കാനുള്ള കഴിവ് വേണം. എബിലിറ്റി ടു പെർസ്യൂ ആൻഡ് ഡെവലപ്പ് പീപ്പിൾ. ആളുകളെ വികസിപ്പിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. പിന്നെ ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. എങ്ങനെയായിരിക്കണം ഒരു നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ? നല്ല ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നവര്, നന്നായിട്ട് ആശയവിനിമയം നടത്തുന്ന ആളായിരിക്കണം. ചിലരുണ്ട് സംസാരം വളരെ കുറവുള്ളവരുണ്ട് അല്ലെ, അവര് വളരെ ഭൂമിയായിട്ടിരിക്കും, എപ്പോഴും അധികം സംസാരിക്കില്ലാത്തവര്. അപ്പൊ നമ്മൾ ആ ഒരു ഫീൽഡിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോ നമുക്ക് എന്താ പറയാ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. എല്ലാവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒരു ടാലന്റ് തന്നെയാണ്. ചിലർ നല്ല രീതിയിൽ സംസാരിക്കും അല്ലേ, എല്ലാവരും നമ്മൾ ആക്റ്റീവാന്ന് പറയും. ചിലര് വളരെ സൈലന്റ് ആയിരിക്കും. അതില് കാര്യമില്ല. ഇപ്പൊ മാർക്കറ്റിംഗ് ഇതൊക്കെ നമ്മൾ പറഞ്ഞവിടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കുടെ ഇത് പറഞ്ഞ് അവരെ ഇത് ശരിയാക്കാനും അതിലെല്ലാം മാനേജ് ചെയ്യാനും സംസാരിക്കാനും ഇതൊക്കെ എന്ത് വേണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. നല്ല എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ, ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. ക്ലിയർ ആയോ എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ടിക്കറ്റ് വെക്കാതെ. Characteristics of an effective hospital administrator. ഏഴാമത്തെ പോയിന്റ് എബിലിറ്റി ടു പെർസ്യൂഡ് മോട്ടിവേറ്റ് ചെയ്യാന്ന്. ആളുകളെയൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അവരോടൊക്കെ സംസാരിച്ച് അവർക്കൊരു പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷൻ കൊടുക്കാനായിട്ട്, അവരെ വികസിപ്പിക്കാനായിട്ട്. അവരിപ്പോ എന്താ പറയാ, നമ്മള് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കൊടുക്കൂല്ലേ, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവർക്കൊരു പ്രചോദനം ഒക്കെ കൊടുക്കാം. നമുക്ക് അങ്ങനെ ആളുകളെയൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് അവരോടൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് അവരെ ഒരു മോട്ടിവേഷൻ കൊടുത്ത് നല്ലോണം ഇതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആറാമത്തെ പോയിന്റ് എങ്കിൽ നോക്കട്ടെ കേട്ടോ. ആറാമത്തെ പോയിന്റ് എന്താ, മസ്റ്റ് ബി ഏബിൾ ടു ഡെലിഗേറ്റ് വർക്ക്. എന്താ, വർക്കില് നന്നായിട്ട് നമ്മള് ഡെലിഗേറ്റ് ആയിരിക്കണം. നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന വർക്ക് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ നമുക്ക് കിട്ടുന്ന അനുവദിച്ചിട്ടുള്ള ടൈം
അത് ഫലപ്രദമായ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. നമുക്കിപ്പോ 8 മണിക്കൂറാണ് നമ്മുടെ ജോലി. ആ 8 മണിക്കൂറും നമ്മൾ മിസ്യൂസ് ചെയ്യാത്ത രീതിയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ നമുക്ക് കിട്ടിയേക്കുന്ന അനുവദിച്ചേക്കുന്ന ടൈം നമ്മൾ ജോലി ചെയ്യണം. പറഞ്ഞിരിക്കുന്ന വർക്കിൽ ഡെലിഗേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ഏതെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതോ ഇത് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താ? ഹാസ് ദ കപ്പാസിറ്റി ഫോഴ്സി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ മുൻകൂട്ടി കാണുക. നമ്മൾ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും ആസൂത്രണം ചെയ്യാനുള്ള കഴിവ് വേണമെന്ന്. വെച്ചപ്പോ ഹോസ്പിറ്റലിൽ എല്ലാ മാനേജ്മെന്റ് അല്ല വരുന്നത്, ഓവറോൾ മാനേജ്മെന്റ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മുൻകൂട്ടി കണ്ട് അതനുസരിച്ച് എന്താ പറയാ അത് ആസൂത്രണം ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് വേണമെന്ന്. പ്ലാനിങ് അതൊക്കെ അതിനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി വേണം. മുൻകൂട്ടി കണ്ട് അതെങ്ങനെയാണ് അത് ആ രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു വർക്കിലൊക്കെ ആണെങ്കിൽ നമുക്കത് കാര്യങ്ങളെ മുൻകൂട്ടി കാണാനും അതിനെ ആസൂത്രണം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി വേണം. നമ്മൾ പറയില്ലേ ചില കണ്ടറിഞ്ഞൊക്കെ ചെയ്യാനുള്ളൊരിത് വേണം. മുൻകൂട്ടി കണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു കഴിവ് വേണം. ഓക്കെ, ഇതെല്ലാവരും നോട്ട് ചെയ്യാം കേട്ടോ. എന്താണ് രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ? മസ്റ്റ് ബി സെൻസിറ്റീവ് ടു ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റാഫ് പ്രോബ്ലംസ് ആൻഡ് റിക്വയർമെന്റ്സ്. സ്റ്റാഫിന്റെ ഓർഗനൈസേഷൻ ഒരു സ്ഥാപനത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അതിനോടൊക്കെ സെൻസിറ്റീവ് ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താ? അതിനോടൊക്കെ പ്രതികരിക്കണം. നമ്മളിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ പെട്ടെന്ന് കൊടുക്കണം. പിന്നെ അവരുടെ റിക്വയർമെന്റ്സ് ആ സ്റ്റാഫിന്റെ എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കി അതിനോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. അത് അവർക്ക് നടപ്പിലാക്കി കൊടുക്കണം. ഈ ഓർഗനൈസേഷൻ സ്ഥാപനത്തിന്റെ ആണെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ സ്റ്റാഫിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് സൊല്യൂഷൻ കൊടുക്കണം. അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് എന്ത് ചെയ്യണം? സൊല്യൂഷൻ കൊടുക്കണം. അതിനോടൊക്കെ ഒരു സെൻസിറ്റീവ് ആയിരിക്കണം, അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യണം. അതിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് നമ്മൾ കണ്ടില്ല എന്ന് കേട്ടിരിക്കാനും പറ്റില്ല. പ്രോബ്ലംസും റിക്വയർമെന്റ്സും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിനോട് പെട്ടെന്ന് പ്രതികരിക്കണം. സെൻസിറ്റീവ് അത് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനൊരു സൊല്യൂഷൻ കണ്ട് പെട്ടെന്ന് അതിനുള്ള നടപടിയൊക്കെ സ്വീകരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഒരു ചെറിയൊരു സെക്ഷനും കൂടി ഉള്ളു ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. പേരിന് തന്നെ അറിയാം അല്ലെ? ബില്ലുകളൊക്കെ തയ്യാറാക്കുന്നത് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സെന്റേഴ്സ് ഓൺ പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സ്. ബില്ലിന്റെയും ഇൻവോയ്സ് എന്താ ഡിഫറൻസ്? ബിൽസും ഇൻവോയ്സും രണ്ടും നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കാം. ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റഡ് ഇൻഫർമേഷൻ ആയിരിക്കും, ലിമിറ്റഡ് ഡീറ്റെയിൽ ആയിരിക്കും ബില്ലില്. എന്നാൽ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ബില്ലിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽ ഉള്ളതാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ്. ബില്ലിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ബില്ലിനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക ഇൻഫർമേഷൻസ് ഉണ്ട്, ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആയിരിക്കും ഇൻവോയ്സ് എന്ന് പറയുന്നത്. എന്താ? ബില്ലിന്റെയും ഇൻവോയ്സുകളുടെയൊക്കെ സ്ഥാനം എന്ന് പറഞ്ഞ സെന്ററുകൾ ആരാ? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സെന്റേഴ്സ് ഓൺ പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സ്. മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്. ഇനി എന്താ? ഫിനാൻഷ്യൽ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പരിപാലിക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഫിനാൻഷ്യൽ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലുക്കിംഗ് ഓവറോൾ കോൺട്രാക്ട് ആൻഡ് അപ്ഡേറ്റിംഗ് ഡേറ്റാബേസ് ആസ് റിക്വയർമെന്റ്. ഓവറോൾ കോൺട്രാക്ട് എല്ലാ മൊത്തത്തിലുള്ള കോൺട്രാക്റ്റുകള് പിന്നെ ആൻഡ് അപ്ഡേറ്റിംഗ് ഡേറ്റാബേസ്. ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്കൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒക്കെയാണ്. അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അതൊക്കെ ലുക്കിംഗ് നടപ്പിലാക്കുന്നു. എന്തൊക്കെയാ? അപ്ഡേറ്റ് ചെയ്യുന്നു, അങ്ങനെ വേണ്ടി പറയാം. ഡേറ്റാബേസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നു, കോൺട്രാക്റ്റുകളൊക്കെ ആവശ്യത്തിന് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു.
looking over contract and updating database functions database updating. The job also necessitates seeing to it that all the information is entered correctly and making financial reports. Ivarkade joliyile atyavashyamana. The job is also necessary. Business specialistinte joliyile atyavashyamaayittulla karyana. Seeing to it that all the information is entered correctly. Ella information correct aayittu enter cheyyuka. Avaru tettaayittulla information vanga adinanusaരിച്ചുള്ള ഇതുണ്ടാവും, കാണുന്നുണ്ടാവും. അല്ലെ? ബില്ലിൽ തന്നെ ഒരു ചെറിയൊരു അക്കത്തിന്റെ ഒരു വ്യത്യാസം വന്നാൽ മതി. അല്ലെ? എമൗണ്ടേ മാറിപ്പോകും. പക്ഷെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യുക എന്നുള്ളത് അവരുടെ ജോലിയിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് മേക്കിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഉണ്ടാക്കുക, ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ നിർമ്മിക്കുക, പിന്നെ എല്ലാ ഇൻഫർമേഷൻസും കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യുക എന്നുള്ളതും അവരുടെ ജോലിയിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. While their role is often overlooked owing to its back-end nature, the billing clerk provide a valuable support to clinicians in that they support provides to get paid for services rendered. എന്താ പറഞ്ഞേക്കുന്ന ഇവരുടെ ബാക്ക്-end nature, ബാക്ക്-end എന്ന് പറഞ്ഞാൽ നേരിട്ട് അവർ വിസിബിൾ അല്ല, ബാക്കിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ക്യാഷ് കാര്യങ്ങളോ ബില്ല് ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന അവർക്ക് നേരിട്ടല്ല, അവരത് അതിനുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇപ്പൊ ബിൽസ് അതിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് അവിടെ പറഞ്ഞേക്കുന്നത് ബില്ലിംഗ് ക്ലർക്ക്. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബില്ലിംഗ് ക്ലർക്ക്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബില്ലിംഗ് ക്ലർക്ക്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തരാം. അതിന് ബില്ലിംഗ് ക്ലർക്ക് പ്രൊവൈഡ് വാല്യുബിൾ സപ്പോർട്ട് ടു ക്ലിനിഷ്യൻ. ക്ലിനിഷ്യന് വാല്യുബിൾ നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇൻ ദാറ്റ് ദേ സപ്പോർട്ട് പ്രൊവൈഡഡ് ടു ഗെറ്റ് പെയ്ഡ് ഫോർ സർവീസസ് rendered. അവരുടെ സർവീസിന് അതനുസരിച്ചുള്ള പ്രതിഫലം കൊടുക്കുന്നതിന് ഈ ക്ലിനിഷ്യനെയൊക്കെ നല്ല രീതിയിൽ ബില്ലിംഗ് ക്ലർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ മന്ത്ലിയൊക്കെ ആയിരിക്കും അവർക്ക് സാലറി പേയ്മെന്റ് ഒക്കെ വരുന്നത്, അല്ലെ? അപ്പൊ അവരുടെ സർവീസിന് അവര് ചെയ്ത ഇതിന് ഇപ്പൊ ലീവ് കാര്യങ്ങളൊക്കെ നോക്കി അപ്പൊ അവര് കറക്റ്റ് അദ്ദേഹത്തിന്റെ സാലറി ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും അതൊക്കെ തയ്യാറാക്കുന്നത്. എത്ര ദിവസം ഡ്യൂട്ടിക്ക് കയറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവരുടെ മന്ത്ലി സാലറി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവര് പറയുന്നതിന്റെ അനുസരിച്ചായിരിക്കും ഇത്ര ദിവസം ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും അവർക്ക് ഒരു ദിവസം ഡ്യൂട്ടിക്ക് ഇത്ര വെച്ചിട്ട് മന്ത്ലി ഒക്കെ പേയ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ക്ലിനിഷ്യന് അവരുടെ നല്ല രീതിയിൽ തന്നെ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് അവർക്ക് അവര് ചെയ്ത സർവീസിനുള്ള പേയ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് കിട്ടുന്നതിനും ചെയ്യുന്നുണ്ട്. അവര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. They are expected to understand the claim submission and the reimbursement protocol for both the government and private insurers. They are expected to understand the claim submission പിന്നെ റീഎംബേഴ്സ്മെന്റ് പ്രോട്ടോകോൾ. റീഎംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മള് മുടക്കിയ ചെലവഴിച്ച പണത്തിനുള്ള തിരിച്ചടവ്, അതാണ് റീഎംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്, തിരിച്ചടവ്. അത് റീഇൻവെസ്റ്റ്മെന്റ് പ്രോട്ടോകോൾ ഫോർ ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഇൻഷുറൻസ്. ഗവൺമെന്റിന്റെയും സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഒക്കെ ക്ലെയിം സബ്മിഷനും ക്ലെയിം സമർപ്പിക്കലും റീഇൻവെസ്റ്റ്മെന്റ് പ്രോട്ടോകോളുകളും അവര് മനസ്സിലാക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അതും കൂടി അവരറിഞ്ഞിരിക്കണം. അതാണ് ക്ലെയിം സബ്മിഷൻ ആൻഡ് റീഇംബേഴ്സ്മെന്റ് പ്രോട്ടോകോൾ ഫോർ ബോത്ത് ദ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഇൻഷുറൻസ്. ഗവൺമെന്റിനും പ്രൈവറ്റ് കമ്പനികൾക്കുമുള്ള ക്ലെയിം സബ്മിഷനും റീഇംബേഴ്സ്മെന്റ് പ്രോട്ടോകോളുകളും അവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് നോക്കി, ബില്ലിംഗ് ക്ലർക്ക് ഓൾസോ ഓഫർ ഇമ്പോർട്ടന്റ് ഇൻസൈറ്റ് ഇൻടു എ ഹോസ്പിറ്റൽ ഓർ ക്ലിനിക്സ് complaints, effort and responsibilities. ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ക്ലിനിക്കുകൾ
ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ക്ലിനിക്കുകളിൽ പാലിക്കുന്നതിനുള്ള എഫേർട്ടുകളും അതിന്റെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഇൻസൈറ്റ് ഉൾക്കാഴ്ചകള് ഈ ബില്ലിംഗ് ക്ലർക്കിന് അവര് വാഗ്ദാനം ചെയ്യുന്നു. Billing clerk also offers important insight into the hospital or clinics complaints effort and responsibility. ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ക്ലിനിക്കുകളിൽ പാലിക്കാനുള്ള എഫേർട്ടുകളും റെസ്പോൺസിബിലിറ്റീസും, ഒരു ഹോസ്പിറ്റലിലുള്ള റെസ്പോൺസിബിലിറ്റി, ക്ലിനിക്കിൽ നമ്മൾ ഫോളോ ചെയ്ത റെസ്പോൺസിബിലിറ്റി എന്നിവയെ കുറിച്ചുള്ള പ്രധാന ഉൾക്കാഴ്ചകൾ, ഇൻസൈറ്റ്, പ്രധാനപ്പെട്ട ഉൾക്കാഴ്ചകളും ബില്ലിംഗ് ക്ലർക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അതിന് ഞാനൊന്ന് പറഞ്ഞു തരാം. ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മള് ഇതിനകത്ത് അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ വേർഡ് ഒറിജിനേറ്റ് ചെയ്ത് ലാറ്റിൻ വേർഡായ ആഡ് അഡ്മിനിസ്റ്റർ എന്നുള്ള വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ് പറഞ്ഞായിരുന്നു. പിന്നെ അതിനകത്ത് വരുന്ന ഡ്യൂട്ടി ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ വ്യത്യാസപ്പെടും. അതനുസരിച്ച് സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ വലിപ്പം, ഹോസ്പിറ്റലിന്റെ സങ്കീർണതയ്ക്ക് അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി വ്യത്യാസപ്പെടും എന്ന് പറഞ്ഞു. പിന്നെ ആ പാരഗ്രാഫില് അതിലേതൊക്കെയാണെന്നുള്ള കുറച്ച് ഡ്യൂട്ടീസ് ആണ് പറഞ്ഞിരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. They organize hospital activities, prepare overall policy എന്നുള്ള പാരഗ്രാഫിൽ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 11th എക്സാമിന് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ലെറ്റർ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ ലാറ്റിൻ വേർഡിന്റെ സ്പെല്ലിംഗ് ആണോ? ഓക്കെ. ആഡ് ആൻഡ് മിനിസ്റ്റർ, MINISTIARE, മിനിസ്റ്റർ, MINISTIARE. ഇനി അടുത്ത് 11th എന്ന് പറഞ്ഞത് പോസ്റ്റ് കോഡ് ബില്ല് ഓരോ ലെറ്റേഴ്സും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻപോസ് ഫോർ P സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് അല്ലെങ്കിൽ S സ്റ്റാൻഡ്സ് ഓരോ ലെറ്റേഴ്സും അത് നോക്കുക, ഏതിലേക്ക് സൂചിപ്പിക്കുന്നത് നോക്കുക. പിന്നെ അതിനകത്ത് പ്ലാനിങ് ഓർഗനൈസ് ചെയ്യാൻ അതിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടാ പറഞ്ഞിരുന്നു. അപ്പൊ ആ പ്രോസസ്സ് തന്നിട്ട് അത് ഏതാണെന്ന് എഴുതാനായിരിക്കും. പ്ലാനിങ്ങിന്റെ ആണെങ്കിൽ ഡാഷ് ഇസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റി നീഡഡ് ടു ഗെയിൻ എ ഡിസൈഡ് ഫോർ, അങ്ങനെയായിരിക്കും. അപ്പൊ ഓപ്ഷൻസ് പ്ലാനിങ് ഉണ്ടാവും, സ്റ്റാഫിംഗ് ഉണ്ടാവും, ഓർഗനൈസിംഗ് ഉണ്ടാവും, കോർഡിനേറ്റിംഗ് ഉണ്ടാവും. അങ്ങനെ ആ രീതിയിലും ഒന്ന് നോക്കി വെക്കാം അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മള് സ്കിൽസുകൾ അതൊന്ന് നോക്കി വെച്ചത് കേട്ടോ. സ്കിൽസ് ഏതൊക്കെയാണുള്ളത്? ടെക്നിക്കൽ സ്കില്ല്, ഹ്യൂമൻ സ്കില്ല്, കൺസെപ്ച്വൽ സ്കില്ല്. അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളും ഒന്ന് നോട്ട് ചെയ്തു. ഇന്റർപേഴ്സണൽ ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റോൾസ് വരുന്നുണ്ട്. അത് പിന്നെ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അടുത്ത പേജിൽ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്ത് കേട്ടാ പറഞ്ഞു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇസ് ഓൾ അബൌട്ട് റണ്ണിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. നല്ല രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുക, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് ഡ്യൂട്ടീസ് ആണ്. ആ ഒരു 5 എണ്ണം ഒന്ന് ടിപ്പിട്ട് വെച്ചോ, ഡ്യൂട്ടി ഒന്ന് പകർത്തി വെച്ചേക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ്. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് ഏതാണ്? ഇന്ന് നമ്മൾ എടുത്തില്ലേ ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ്, ഇത് നോക്കണം. പിന്നെ അതിന്റെ താഴെയുള്ള ചെറിയ പാരഗ്രാഫും ഒന്ന് നോക്കി വെക്കാം. പിന്നെ ഇത് നോക്കണം, ഏതൊക്കെ പൊസിഷനുകൾ നിർവഹിക്കാം. ഫസ്റ്റത്തെ 3 സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കാം. ബാക്കിയിട്ട് അതൊന്ന് വായിച്ചു വെക്കാം. ഏതൊക്കെ പൊസിഷൻ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് നിർവഹിക്കാൻ പറ്റും അത്. പിന്നെ ഫങ്ഷൻസ് ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോസ്റ്റ് കോപ്പ് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ ഈ 2 ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നതാണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ്? ബില്ലിംഗ് ക്ലർക്ക്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്, ബില്ലിംഗ് ക്ലർക്ക് എന്ന പേരിൽ അറിയുന്നത്. ഓക്കെ. അത്രയും ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ 3rd മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് 4th മൊഡ്യൂളിലേക്കാണ്. 4th മൊഡ്യൂളിൽ നമുക്ക് 3 ചാപ്റ്റർ ഉള്ളത്. ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്, ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ ഹൗസ് കീപ്പിംഗ്. അത് ചെറിയതാണ്, കുഴപ്പമില്ല. ഹൗസ് കീപ്പിംഗ് എളുപ്പമാണ്. ഫസ്റ്റ് നമുക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് 7ാമത്തെ ചാപ്റ്റർ കേട്ടോ. 4th മൊഡ്യൂളിലെ 7ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക്
ഓഡിറ്റർ. ഓഡിറ്റർ ആരാ എടുത്തത് നിങ്ങൾക്ക് കഴിഞ്ഞോ? ഓഡിറ്റ് ആരായിരുന്നു എടുത്തത്? ശ്രീസാമാണോ എടുത്തത് ഓഡിറ്റ്? എടുത്തില്ല അല്ലെ? ഓക്കെ, ഓഡിറ്റ് എടുക്കോട്ടോ, എടുത്തിട്ടില്ല. ഇനി കിടക്കുന്നുണ്ടല്ലോ, ചാപ്റ്റേഴ്സ് ഇനി വരുന്നുണ്ടല്ലോ. ഞാന് ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് വന്ന എന്റെ ആ ഒരു സെക്ഷനിൽ വന്ന ചാപ്റ്റർ പറഞ്ഞത് 3 ചാപ്റ്റർ കൂടി നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോ എന്തെങ്കിലും ടൈമൊക്കെ നമുക്ക് കിട്ടുവാണ്, നമ്മുടെ വേഗം തീരുവാണെങ്കിൽ ഏത് ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് കയറി എടുക്കാം, അത് കുഴപ്പമില്ല. എന്തായാലും ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കാം, നിങ്ങളും കൂടി ഒന്ന് നോക്കാം, ഏതെങ്കിലും വിട്ടുകിട്ടോ. ഈ തേർഡ് മൊഡ്യൂളില് നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫോർത്ത് മൊഡ്യൂളില് അത് കഴിഞ്ഞ് ഓവറോൾ എല്ലാം നിങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ടീച്ചേഴ്സ് പല പല ചാപ്റ്റേഴ്സ് ആണ്, എല്ലാവരും എല്ലാ ചാപ്റ്റേഴ്സും എടുക്കാൻ വില്യമാണ്, എല്ലാവരും തയ്യാറാണ്. പക്ഷെ നമുക്ക് ഒരാൾ തന്നെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, ചാപ്റ്റേഴ്സും ബുദ്ധിമുട്ടല്ലേ. പിന്നെ വേറെ വേറെ ക്ലാസ്സുകളും നമുക്കുണ്ടല്ലോ, അതിനനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതൊരു ചാപ്റ്റർ നമ്മുടെ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ടീച്ചർമാരും കുറച്ച് കുറച്ച് ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പൊ ആദ്യം എന്റെ ചാപ്റ്റർ തീരുവാണെങ്കിൽ അടുത്തത് ആർക്കടെയാണോ തീരാത്ത അതെടുത്ത് അത് ജസ്റ്റ് കയറി നമ്മൾ എടുക്കും. ഇപ്പൊ ഫിഫ്തിലാണെങ്കിൽ നിങ്ങളുടെ തൊട്ട് മുന്നിലുള്ള ബാച്ചില് ഇപ്പൊ ശരീരമാമിന്റെ കുറച്ച് എനിക്കില്ല കേട്ടോ, മിസ്സില്ല. നിങ്ങൾക്ക് അശ്വതിക്കുള്ള ശരീരമാമിന്റെ കുറച്ച് ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ വീണ്ടും ഡിവൈഡ് ചെയ്ത് എടുത്തു. അപ്പൊ ഫിഫ്തിലെ ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ തീരാറായിട്ടുണ്ട്. നമുക്ക് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. തൊട്ട് പുറകെ അവർക്കായിരിക്കും ഫസ്റ്റ് എക്സാം, അത് കഴിഞ്ഞ് എനിക്കും തൊട്ട് പുറകെ എക്സാം വരും. ഡേറ്റുകളൊന്നും കിട്ടിയിട്ടില്ല എക്സാമിന്റെ, മൊത്തം ഇപ്പൊ കഴിഞ്ഞ് ഡേറ്റ് ആയിട്ടില്ല. ഡേറ്റിന്റെ സ്റ്റഡി ചെയ്യാനുള്ള സമയം വേണമല്ലോ. അതുകൊണ്ട് മാക്സിമം വേഗം ചാപ്റ്റേഴ്സ് തീർക്കാം, അതിനനുസരിച്ച് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിലായിട്ട് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫോർത്ത് മൊഡ്യൂളിലെ 7ാമത്തെ ചാപ്റ്റർ ആണ്. അതെല്ലാവരും ഒന്ന് പ്രിന്റ് എടുത്ത് വെച്ചേക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ കുറെ ഫോർമുലാസ് ആണ്, 32 ഫോർമുലാസ് ആയിട്ട് പഠിക്കാണ്ട് നിങ്ങൾക്ക്. അതിൽ ഞാൻ 48 നമ്മൾ എടുക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. 48 നമുക്ക് ആ ചാപ്റ്റർ നിങ്ങളത് ആദ്യം നിങ്ങൾക്ക് മൊഡ്യൂൾ തിരിച്ചാൽ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ 4 മൊഡ്യൂളായിട്ട് തിരിച്ചപ്പോ വന്ന വ്യത്യാസമാണ്. ഇതിനകത്ത് ലാസ്റ്റ് ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഫോർമുലാസ് ആണ്. അതില് 32 ഉണ്ട്. നിങ്ങൾ 32 പഠിക്കണ്ട, അതിൽ ഇമ്പോർട്ടന്റ് മാത്രം ഞാൻ പറഞ്ഞുതരാം, ടിക്കറ്റ് തരാം. അത് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മുടെ നാബ് എന്ന് പറഞ്ഞൊരു സംഘടന കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ, ഒരു അംഗീകാരമാണ് ക്വാളിറ്റി. അതിന്റെ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, അതൊക്കെയാണ് ലാസ്റ്റ് സെക്ഷനിൽ വരുന്നത്. നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ പറയാം. എന്തായാലും ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നീറ്റ് ആൻഡ് ടൈറ്റി അല്ലേ? അപ്പൊ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. എന്തിനാ? അവിടുത്തെ പേഷ്യൻസിന്റെ ഒക്കെ നല്ലൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഫോളോ ചെയ്യുന്നത്. നമുക്ക് എല്ലാ ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ, അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാനായിട്ട് പേഷ്യൻസിന് നല്ല പരിചരണം കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്വാളിറ്റി എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലുകൾക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ മാനദണ്ഡങ്ങൾ അതാ പറഞ്ഞേക്കുന്നത്, ആ മാനദണ്ഡങ്ങൾ നോക്കി അവർ കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആണ് അവർക്ക് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. നാബ് എന്ന് പറഞ്ഞാൽ ഈ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾക്കൊക്കെ അംഗീകാരം കൊടുക്കുന്ന, ക്വാളിറ്റിക്ക് കൊടുക്കുന്ന അംഗീകാരം അത് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇപ്പൊ നാബ് അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ, അവിടെ ക്വാളിറ്റി 100% ഓക്കെയാണ്, എല്ലാം നീറ്റ് ആണ്, എല്ലാ കാര്യവും പക്കയാണ് നമ്മൾ പറയില്ലേ, എല്ലാം സെറ്റ് ആണെന്നൊക്കെ പറയല്ലേ, എല്ലാം ക്ലിയർ ആണ്. അങ്ങനെയുണ്ട്. ചെറിയൊരു കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവരുടെ ഒരു അംഗീകാരം അവർ കൊടുക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ അപ്പൊ പഠിക്കാം. എന്തായാലും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ ക്വാളിറ്റി എന്ന് പറയുന്നത്? നമ്മളൊരു ഡ്രസ്സ് മേടിക്കാൻ പോയി, മേടിച്ചു, നമ്മൾ തുണിയൊക്കെ ഒന്ന് പിടിച്ചു നോക്കും, എന്നിട്ട് പറയും നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? നമ്മൾ നോക്കൂല്ലേ, നമ്മൾ കൊടുത്ത പൈസക്കുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കും. എന്താ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? ഗുണം. ഓക്കെ, ഗുണമേന്മ. ഒരു കാര്യം ഇത്രത്തോളം നല്ലതാണ്, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ? To the ordinary person, quality is how good something is. എന്താ, ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്,
അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് നമ്മൾ നോക്കും. ക്വാളിറ്റി ഉണ്ടോ, എന്താ അത് നല്ലതാണോ നമ്മൾ നോക്കുന്നത് അല്ലെ. അങ്ങനെ എന്താണ് സാധാരണ ഒരാളെ സംബന്ധിച്ച് ക്വാളിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം എത്രത്തോളം നല്ലതാണ്. അത് എങ്ങനെയാകാം, ദിസ് ക്യാൻ ബി ആ സർവീസ്, അതായത് സേവനമാകാം, ഒരു സർവീസ് ആകാം. എക്സാമ്പിൾ ക്യാൻറ്റീൻ സർവീസ്, ക്യാൻറ്റീൻ പോലെ നമുക്ക് സർവീസ് സേവനങ്ങളാകാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആകാം. എന്തെങ്കിലും എക്സാമ്പിൾ നോക്കിയാൽ റിസ്റ്റ് വാച്ച് ഒരു പ്രൊഡക്റ്റ് ആകാം. A person judgment about the service or product relies on എന്തിനെയാണ് ജഡ്ജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, on what he hopes for it or from it. അതിൽ നിന്ന് എന്താണ് എത്രത്തോളം പൊതുവായ ലക്ഷ്യം നമുക്ക് എന്താ പറയാ, അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം കിട്ടും, അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അവൻ അതിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും ക്വാളിറ്റിനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അതിൽ നിന്ന് എന്താണോ കിട്ടുന്നത്, നല്ലതാണെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റി എന്ന് പറയും അല്ലെ. അതായത് ഒരു പേഴ്സൺ എങ്ങനെയാണ് ക്വാളിറ്റിനെ ജഡ്ജ് ചെയ്യുന്നത്, അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ അതിനെ ആശ്രയിച്ചിരിക്കും. സം വേർഡ്സ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ക്വാളിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന ചില വേർഡ്സ് ആണ് ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്. ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ മനോഹരം, അട്രാക്റ്റീവ് ആണ്, ആകർഷണീയമാണ്, അത് ക്വാളിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഡ്യൂറബിൾ എന്ന് വെച്ചാൽ മോടിയുള്ളതാണ്, മോടിയുള്ളത്. മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങൾ പാലിക്കുന്നു. ഹെൽത്തി, നല്ല ഹെൽത്തി ആന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്. ക്വാളിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന മറ്റൊരു വേർഡാണ് ഹെൽത്തി. വാല്യൂ ഫോർ മണി, പണത്തിനുള്ള മൂല്യം. ഈ വേർഡ്സുകളെല്ലാം ക്വാളിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചെന്നുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും എന്ത് ചെയ്യുക, ഇതൊന്ന് പ്രിന്റ് എടുത്ത് വെച്ചിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ആരാ, ട്രീസാമല്ലേ? ട്രീസാമ അടുത്ത ക്ലാസ്സില് ചെയ്യും.